ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ ഒരു റൂപേ വേവ് ക്രെഡിറ്റ് കാർഡ് എന്ന സാധനം ലോഞ്ച് ആയിട്ടുണ്ട്. ഇതിൻ്റെ പേര് വന്നിരിക്കുന്നത് റൂപേ വേവ് ക്രെഡിറ്റ് കാർഡ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇത് ലൈഫ് ടൈം ഫ്രീ കാർഡാണ് കേട്ടോ. അതായത് നോ ജോയിൻ ഫീസ്, നോ ആനുവൽ ഫീസാണ് വരുന്നത്. ഇത് ആക്ച്വലി ഒരു എന്താ പറയുക, നമ്മുടെ ഒരു അഡീഷണൽ കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഓൾറെഡി ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അടി കൂടെ അഡീഷണൽ ആയിട്ട് നമ്മുടെ ഷെയർ ലിമിറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു റൂപേ UPI കാർഡാണ് സംഭവം. നമ്മുടെ നോർമൽ HDFC UPI കാർഡൊക്കെ വന്നിട്ടുണ്ടാകുന്നത് അതേപോലെ തന്നെയാണ്. ഇതിന് നമുക്ക് സെപ്പറേറ്റ് ലിമിറ്റ് ഒന്നും കിട്ടില്ല, ഷെയർ ലിമിറ്റാണ് കിട്ടുക. അതുപോലെ തന്നെ ഫിസിക്കൽ കാർഡൊന്നും ഇല്ല, ഓൺലി വെർച്വൽ കാർഡ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് UPI നിങ്ങൾക്ക് അറിയാം, പേര് തന്നെ ഉണ്ട്, UPI ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, ലൈഫ് ടൈം ഫ്രീ ആണ്. വെർച്വൽ ഫ്ലോട്ടിംഗ് കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാഷ് ബാക്കും സംഭവമൊക്കെ ഉണ്ട്. അതായത് നമുക്ക് 10% ക്യാഷ് ബാക്ക് ആണ് ഫസ്റ്റ് 5 UPI ട്രാൻസാക്ഷൻ വിത്ത് കാർഡ്. അതായത് ആദ്യത്തെ 5 ട്രാൻസാക്ഷൻ നമുക്ക് 10% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡാണ്. നോർമൽ റിവാർഡ് പോയിന്റ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫോർ എവരി ₹200 യു സ്പെൻഡ് യു വിൽ ഏൺ 1 റിവാർഡ് പോയിന്റ്. അതായത് 200 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 റിവാർഡ് പോയിന്റ് ആണ് കിട്ടുക. അതേപോലെ ദീസ് പോയിന്റ്സ് ക്യാൻ ബി അക്യുമുലേറ്റഡ് ആൻഡ് റിഡീം ഫോർ എക്സൈറ്റിംഗ് ബെനിഫിറ്റ്സ്. അത് നമുക്ക് റിഡീം ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ അതുപോലെ പോട്ടെ. പിന്നെ ദിസ് എക്സ്ക്ലൂസീവ് കാർഡ് ക്യാൻ ബി അപ്റ്റെയിൻ ത്രൂ ദ ക്രെഡിറ്റ് കാർഡ് ടാബ് ഇൻ ദ ഫെഡ് മൊബൈൽ ആപ്പിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമലി വന്നിട്ടായിരിക്കും. ഇത് എല്ലാവർക്കും വന്നു തുടങ്ങിയിട്ടില്ല, പതുക്കെ അവർ ഇഷ്യൂ ചെയ്യാനുള്ളൂ. എന്താ വെച്ചാൽ ഒരു ഓൾമോസ്റ്റ് ഒരു ബീറ്റ സ്റ്റൈൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ കുറേ പേർക്കൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫെഡ് മൊബൈലിൽ പോയി ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നിട്ടാ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് മൈൽ സ്റ്റോൺ ബെനിഫിറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വെൻ യു സ്പെൻഡ് ₹50,000 ഇൻ എ ക്വാർട്ടർ യു വിൽ റിസീവ് 1000 ബോണസ് റിവാർഡ് പോയിന്റ് ആയിട്ട് കിട്ടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ മിക്ക എല്ലാ ബാങ്കുകളും ഇപ്പോൾ ഒരു അഡീഷണൽ ആയിട്ട് UPI ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ യെസ് ബാങ്കിൻ്റെ UPI ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു, ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. HDFC ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ബാങ്കുകൾ ഇപ്പോൾ SBI ഒക്കെ സെപ്പറേറ്റ് ഇട്ടിട്ടില്ല, ബാക്കി മിക്കത് വന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഉപയോഗിക്കുന്ന HDFC ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് HDFCയുടെ നമ്മുടെ ടാറ്റ ന്യൂവിൻ്റെ റൂപേ കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യെസ് ബാങ്കിൻ്റെ UPI ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. രണ്ടെണ്ണം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ, വേറെ ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതും കുഴപ്പമില്ല. നിങ്ങളൊരു ഫെഡറൽ ബാങ്കിൻ്റെ ഒരു കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഓഫർ വന്നിട്ടുണ്ടായിരിക്കും, ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കാനുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡെന്നൊക്കെ പറയാം, ബാങ്ക് ഐഡിയുടെ കാർഡൊന്നും പറയില്ല. പക്ഷേ ആദ്യത്തെ 5 ട്രാൻസാക്ഷൻ നമുക്ക് 10% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഹൈലൈറ്റ് എന്ന് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ കാണാത്തവരെ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പ്രോഗ്രാമാണ്. നമ്മുടെ പുതിയ ചാനലായ ജയിച്ചു പോലെ കാണാത്തവരെ കണ്ടു നോക്കുക. നമ്മളതിൽ ഫൈനാൻഷ്യൽ ന്യൂസ്, ടെക്നിക്കൽ ന്യൂസ്, മൂവി ന്യൂസ്, അങ്ങനത്തെ ഇൻഫോർമേറ്റീവ് സംഭവമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ലിങ്ക് നൽകാൻ താഴെ കൊടുത്തിട്ട് ബൈ.